ഞങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം നടത്തിയ മൂന്നാർ വട്ടവട യാത്രയുടെ മനോഹരമായ ഓർമ്മകൾ. നാടിന്റെ അതിർത്തിയായ പ്രകൃതി രമണീയമായ വട്ടവടയിലേക്ക് ഒരു യാത്ര. ഈ കാണുന്ന തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഭാഗത്തിന്റെ പ്രകൃതി രമണീയത വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഇവിടെ വന്ന് കാണേണ്ട ഒരു സത്യം തന്നെയാണ്. അത്ര മനോഹരമാണ്. ഇവിടുത്തെ യാത്രയ്ക്ക് കൂടുതലും ജീപ്പുകളാണ് ഉപയോഗിക്കുന്നത്. പുലർച്ചെ കോവലൂരിൽ സൂര്യോദയം കാണാൻ പോയത് ഈ യാത്രയുടെ ഏറ്റവും മനോഹര ഭാഗമായിരുന്നു. ഇരുട്ട് പതിയെ മാറി, ആകാശം നിറങ്ങൾ മാറി, സൂര്യൻ ഉയർന്നപ്പോൾ മനസ്സിലൊരു പുതിയ പ്രതീക്ഷ ജനിച്ചു. അത് ഒരു സൺറൈസ് മാത്രമല്ല, ജീവിതം എപ്പോഴും പുതുതായി തുടങ്ങാമെന്നൊരു സന്ദേശം. അതെ, സൂര്യൻ ഉദിക്കാറായി കേട്ടോ. ഉദിച്ചു. ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പടങ്ങളിൽ കാണുന്ന കണക്കല്ല. ഇതിന്റെ ഭംഗി ആസ്വദിക്കാന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാ. രാവിലെ ഇവിടെ സൂര്യോദയം കാണാനുള്ള ആ വ്യൂ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. എത്ര മനോഹരമാണെന്ന് നോക്കി. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ചിലന്തിയാർ ടൈഗർ കേവിലേക്കാണ് കേട്ടോ. അത് വളരെ മനോഹരമായ സ്ഥലമാണ്. ഫോളോ മീ. കുറേ നടക്കാനുണ്ട് കേട്ടോ കാട്ടിലൂടെ. എന്ത് മനോഹരമാണെന്നറിയാമോ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട്. ട്രാക്കിംഗ് എൻജോയ് ചെയ്യുന്നവർക്ക് ഇത്ര സൂപ്പറായിട്ടൊരു സ്ഥലം ഉണ്ടോ എന്ന് സംശയം. ഈ വണ്ടിയിൽ ഇരിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. പ്ലക്ക ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈ ഇറക്കത്തിലും താഴത്തിലോട്ടുള്ള ഓട്ടത്തിലും ചാട്ടത്തിലും ഇടയിൽ നമ്മൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഉല്ലാസമാകും. നമ്മൾ എല്ലാവരും ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷം എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് അറിയാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നോക്കിക്കോ, ദാ കിടക്കുന്നു നമ്മുടെ കാടിന്റെ ഭംഗി. ചാടാൻ പേടിച്ച് കുറെ പേരൊക്കെ തിരിഞ്ഞു പോയി കേട്ടോ. ഞങ്ങള് പോട്ടെ, ബാക്കിയുള്ളവരെ പിടിച്ചോ. ഇനി അടുത്താണ് ടൈഗർ കേവ്. അതൊരു സൂപ്പർ അനുഭവമാണ് കേട്ടോ. കുറച്ച് വണ്ണം കൂടിയവർക്ക് ഒരു ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടാണ്. അല്ലാത്തവർക്കൊക്കെ കയറി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മൾ ഏതോ വലിയ ഒരു കാര്യം ചെയ്ത് സാധിച്ചതിൻ്റെ ഒരു അനുഭൂതിയാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും നമുക്കും ഇതൊക്കെ സാധിക്കുമെന്ന് തെളിയിക്കാനും അത് അനുഭവിക്കാനും കിട്ടുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. ഇതാണ് നമ്മുടെ പ്രിൻസ് രാജകുമാരൻ. അതാ ടൈഗർ കേവിൽ നിന്ന് ഇറങ്ങി വരുന്നു. കുഞ്ഞു ടൈഗർ കി ജയ്. അയ്യോ, അങ്ങനെ ഫോട്ടോ എടുക്കണ്ടേ? അയ്യോ, കേറാൻ വയ്യേ. ക്യാമറാമാന് ഞാന് ഇത് കൈമാറുക. ഗൈസ്, ഇവിടുത്തെ മരങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ.
നമുക്ക് കയറി ഇരിക്കാനും ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനും എല്ലാം പാകത്തിനും വളരെ നല്ല മനോഹരമാണ്. ഓരോ മരങ്ങളും എന്തോ നമ്മൾ കലാകാരൻ ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന കണക്കുള്ള ഫീലാണ് നമുക്ക് ഇവിടെ നിന്നാ കിട്ടുന്നത്. യാത്രയും ഒരു പുതിയ നമ്മളെ സൃഷ്ടിക്കുന്നു. ഈ യാത്ര ശരിക്കും ഞങ്ങളെ മാറ്റിയ ഒരു അനുഭവമായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞു, പക്ഷെ ഈ കൂട്ടായ്മ ഇനി ഞങ്ങളുടെ മനസ്സിൽ തുടരും. പോയത് ഒരു യാത്രയ്ക്ക്, തിരിച്ചു വന്നതോ ഒരു കുടുംബമായി. മെമ്മറീസ് മേഡ് ബോൺസ് സ്ട്രെങ്തൻഡ്. കാടിന്റെ നടുവിൽ എടുത്തൊരു ചിത്രം, ഹൃദയത്തിൽ പതിഞ്ഞൊരു ഓർമ്മ. ചിരികളും ഓർമ്മകളും, ഇതാണ് യാത്രയുടെ യഥാർത്ഥ സ്മരണകൾ. റിസോർട്ടിൽ നിന്നും വിട പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മൂന്നാറിലേക്ക് യാത്രയായി. മൂന്നാറിന്റെ ഹിൽ സ്റ്റേഷൻ സൗന്ദര്യം വീണ്ടും ഞങ്ങളെ ആകർഷിച്ചു. തണുത്ത കാറ്റും പച്ചപ്പും ശാന്തതയും അവിടെ ചിലവഴിച്ച സമയം മനസ്സിൽ പതിഞ്ഞു. അതിനുശേഷം ചെറിയൊരു ഷോപ്പിംഗ്, സ്മരണയ്ക്കായി ചില വസ്തുക്കൾ വാങ്ങി. പക്ഷെ എല്ലാവരും മനസ്സിലാക്കി, ഈ യഥാർത്ഥ ഓർമ്മകൾ ഹൃദയത്തിലാണ്. ഒരു യാത്ര അവസാനിക്കുമ്പോൾ അതിന്റെ അവസാനമല്ല, അത് ഓർമ്മകളായി നമ്മളിൽ തുടരുന്നു. ഈ യാത്ര നമ്മളെ കൂടുതൽ അടുത്തവരാക്കി, കൂടുതൽ സന്തോഷന്മാരാക്കി. മൂന്നാർ വട്ടവട ഒരു യാത്ര മാത്രമല്ല, ഒരു അനുഭവം, ഒരു ബന്ധം, ഒരു ജീവിത പാഠം. ഓരോ യാത്രയും ഒരു പുതിയ നമ്മളെ സൃഷ്ടിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് മൈ ചാനൽ ജീവിതേ ആത്രാനു. ഇതുപോലെ പുതിയ വീഡിയോസുമായി വരുമ്പോഴേക്കും വണക്കം. നന്ദി, നമസ്കാരം.